നമുക്ക് പ്രിയപ്പെട്ടവരുടെ നഷ്ടം നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഒന്നും അല്ലാതാക്കി കളയും. നിങ്ങളെന്നെ തിരക്കി വന്നപ്പോ നാട്ടുകാര് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തന്നില്ലേ? ഒരു വീടിനകത്ത് അടച്ചിട്ടിരിക്കുന്ന ഭൂതത്താന്റെ കഥ. അതാണോ എന്നെയോ അങ്ങനെ ആക്കിയത്? ഒരു കാലത്ത് ഈ വീടും പാടശേഖരങ്ങളും ഒക്കെ സ്വർഗം തന്നെയായിരുന്നു. എൻ്റെ മകൻ, എൻ്റെ മകള്, ഭാര്യ. ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഒന്ന് മൂകാംബി വരെ പോയതാ. അവിടെ ചെന്ന് തൊഴിൽ തിരിച്ചു വരുമ്പോൾ രാത്രിയായി. ഡ്രൈവർ ഉറങ്ങിപ്പോയി. പാഞ്ഞു വന്ന ഒരു ലോറി ഞങ്ങൾ യാത്ര ചെയ്തിരുന്ന കാറിന്റെ മുകളിൽ കൂടി കയറിപ്പോയി. ഞാനൊന്നും അറിഞ്ഞില്ല. 22 ദിവസം ആശുപത്രി കിടന്നു. അതിൽ ഭൂരിഭാഗം ദിവസവും ബോധമില്ലാതെയാ. ബോധം വന്നപ്പോ ദേഹം മുഴുവൻ തുന്നിക്കെട്ടലുകളായിരുന്നു. അവിടെ കിടന്നുകൊണ്ട് ഞാൻ ഓരോരുത്തരെയായി തിരക്കി. ചുറ്റും കൂടിയുന്നവരൊന്നും ഒരു മറുപടിയും പറഞ്ഞില്ല. പിന്നെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ എനിക്ക് ബോധ്യമായി. അവര് 3 പേരും ഒന്നിച്ച് ഒരു പോക്ക് അങ്ങ് പോയെന്ന്. എന്തിനാണ് എന്നെ മാത്രം ബാക്കി വെച്ചെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ ചിന്തിച്ച് ഞാൻ കണ്ടെത്തിയ ഉത്തരം എന്താണെന്നറിയോ? അവരൊക്കെ ഭൂമിയിൽ നിന്ന് പോകുമ്പോ അവരെ ഓർത്ത് കരയാനും ഒരാള് വേണ്ടേ? അതായിരിക്കും എന്റെ നിയോഗമെന്ന്. ജീവിതത്തിൽ നിന്ന് സ്വപ്നങ്ങളെല്ലാം പോയി, നിറങ്ങൾ പോയി, കളിചിരികളെല്ലാം പോയി. പിന്നെ ദാ ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുകയായിരുന്നു. ചുരുക്കി പറഞ്ഞ നിങ്ങൾ എന്നെ വന്ന് കാണുന്നത് വരെ. ആ പറ വീണ. അല്ല മാഡം, നാളെ നിത്യ വിസ്തരിക്കണ്ടേ? അതെങ്ങനെയാന്നറിയാൻ ഒരു ആങ്സൈറ്റി. വീണ നല്ല ത്രില്ലിലല്ലേ? നാളെ കോടതിയിൽ നിത്യയെ ചോദ്യങ്ങൾ കൊണ്ട് ഉറപ്പുമുട്ടിക്കാൻ എനിക്ക് കഴിയും. അതിനുള്ള കാര്യങ്ങളും ആവോളുണ്ട്. പക്ഷെ നിത്യയും സുജാതയും കോടതിയിൽ എന്റെ മുന്നിൽ വിയർത്തത് കൊണ്ടോ തളർന്നു പോയത് കൊണ്ടോ വിധി ജീവൻ അനുകൂലമാണോ നിർബന്ധമൊന്നുമില്ല. മാഡം, ഒരു കേസിന് 2 വശമുണ്ട്. ജയിക്കാം, തോൽക്കാം. നോ മാം, ജീവൻ പുറത്തുണ്ടാവണം. അത് വീണ, ജീവന്റെ കാര്യത്തിൽ വീണയുടെ ടെൻഷൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേണമെങ്കിൽ വീണയ്ക്ക് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാം. വീണ ഇപ്പം നല്ലൊരു അന്തരീക്ഷത്തിൽ ജീവിക്കുകയാണ്. ഭർത്താവുണ്ട്, കുഞ്ഞുണ്ട്. ഞാൻ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. നല്ലൊരു ജീവിതം മുമ്പിലുണ്ടാവുമ്പോൾ വഴിതെറ്റിയ പ്രതികാരങ്ങളുടെ പേരിൽ അതിനെ നശിപ്പിച്ച് കളയണോ? ഓക്കെ, ലീവ് ഇറ്റ്. അത് വീണയുടെ ഇഷ്ടം. കേസിന്റെ വിജയത്തിനു വേണ്ടി ഞാൻ ജീവന് കുറച്ച് നിർദ്ദേശങ്ങളോ കൊടുത്തിട്ടുണ്ട്. ജയിലിൽ വെച്ച് അയാൾ അത് ചെയ്യുകയും ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തുകയും ചെയ്താൽ മേ ബി ജീവൻ പുറത്തിറങ്ങാം. മാഡം എന്താ ജീവനോട് പറഞ്ഞിട്ടുള്ളത്? ജീവൻ അത് ചെയ്യട്ടെ വീണ. തൻ്റെ മോചനത്തിനെ കുറിച്ച് അയാൾ ചിന്തിക്കാതിരിക്കൂ. അയാൾ അത് ചെയ്യും. ഐ എം ഷുവർ. സംഗതി എളുപ്പമാ. ഇവിടെ എത്ര സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ കണ്ടെത്താൻ പറ്റും.
പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ രണ്ടുപേരും മാത്രം പോരാ, വേറെ ആരെങ്കിലും രണ്ടുപേരെ കൂടി കിട്ടണം. അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം ഇല്ല. അല്ല, ആരെ ഈ രണ്ടുപേര്? ഈ രണ്ടുപേരെന്നൊക്കെ പറയുമ്പോ നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്നവരാവണ്ടേ? അതെ അതെ, നിങ്ങൾ രണ്ടുപേരും വാ. എന്താ? ഞാനും ഇവനും ജയിലിൽ ചാടാൻ പോവാ. പോരുന്നുണ്ടോ? രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടെ എന്തോ ആഘോഷം നടക്കുന്നില്ലേ? അതാണ് പറ്റിയ ദിവസം. പറ്റുവാണെങ്കിൽ പറ, പ്ലാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം.